ഹലോ, നമുക്കിന്നൊരു വിളമീൻ കറി വെക്കാവേ. വിളമീൻ എന്ന് തന്നെയാണോ ഇതിനൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ എങ്ങനെയും പറയും. അപ്പം അങ്ങനെ ചട്ടി അടുപ്പ് വെച്ചു. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. കൂടാതെ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതും കരിയാപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതും മൂത്ത് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും, ഇങ്ങനെ തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മളൊരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും ആ വെള്ളവും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കുറുക്കി വരുന്നുണ്ട്. ആ സമയത്തേക്ക് പിന്നെ എത്രത്തോളം ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണോ അത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഗ്രേവി എത്രയും വേണമെന്ന് നോക്കിയിട്ട്. അപ്പം നമ്മൾ അങ്ങനെ വെള്ളവും ചേർത്ത് കൊടുത്ത് അത് ഒന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെട്ടി തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കണം. മീനും ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ 1-2 കരിയാപ്പിലയൊക്കെ ഒന്ന് വെച്ച്, ആ കരിയാപ്പിലയുടെ ഒരു മണമാണല്ലോ മീൻകറിക്കൊരു മെയിനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് പറ്റി വരണം. പെട്ടെന്ന് വേകുന്ന മീനാണേ. എന്നിട്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പറ്റി വരുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ മുകളിലൊന്ന് അളിച്ചാൽ നമുക്ക് വിളമ്പാം. അങ്ങനെ നല്ല ഒന്നാന്തരം മീൻകറിയാണ്. നല്ല സോഫ്റ്റ് മീനാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ മീൻകറി മുളകിട്ട് ഒന്ന് കറി വെച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.